ശബരിമലയിലെ വിവാദമായ സ്വർണ്ണപ്പാളി ദ്വാരപാലക ശില്പത്തിൽ പിടിപ്പിക്കുന്ന ചിത്രങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. 2019 സെപ്റ്റംബറിൽ സ്വർണം പൂശി എത്തിച്ച പാളികളുടെ ചിത്രമാണ് പുറത്തുവന്നത്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ജീവനക്കാരും ചിത്രത്തിലുണ്ട്. പ്രേക്ഷകർക്ക് ആ ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യക്തമായി കാണാം സ്വർണ്ണപ്പാളികൾ പിടിപ്പിക്കുന്നതാണ്. അവിടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യമുണ്ട് എന്നതാണ്. അങ്ങനെ സമർപ്പണം നടത്തിയ ഏതോ ഒരാൾ എന്നതിലപ്പുറം ഒരിടനിലക്കാരനായി മാറുന്നു. എല്ലാ കാര്യങ്ങളിലും മുൻകൈയെടുത്ത് മുന്നിട്ടിറങ്ങുന്ന ഒരാളായി ശബരിമലയിൽ എത്തുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. ഒപ്പം വിശ്വസിച്ച എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ ഏൽപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, എന്തുകൊണ്ട് അങ്ങനെ ഏൽപ്പിക്കുന്നു, എന്താണ് ബന്ധം, ഇതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ദുരൂഹതയാണ്. ബിന്നിൽ ചേരുന്ന വിവരങ്ങളുമായി. ബിന്നിൽ, ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഈ ചിത്രത്തിൽ വളരെ വ്യക്തമായി ഉണ്ട്. അപ്പോൾ ഇനി ചെമ്പ് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ ഇവരുടെ പക്കൽ എന്താണുള്ളത്? മോത്തി, 6 വർഷം മുൻപുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് മാതൃഭൂമി ന്യൂസിൽ പുറത്തുവിടുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി സംഭവം അത് ഹൈക്കോടതി പിടിച്ചതോടുകൂടിയാണ് ഇത്ര വിവാദമായി മാറുകയും അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സംഭവത്തിൻ്റെ ചിത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ശബരിമലയിൽ 1998 തന്നെ ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞിരുന്നു. ആ പൊതിഞ്ഞ സ്വർണം അഴിച്ചെടുത്താണ് 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ ശബരിമല ഭരണസമിതി, അതായത് ദേവസ്വം ബോർഡും അവിടുത്തെ ഭരണാധികാരികളും കൊടുത്തുവിടുന്നത്. അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പോയി സ്വർണം പൂശി, പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന് അത് ഫിറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. അതിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രത്യേക വിജിലൻസ് വിഭാഗമടക്കം അന്വേഷിക്കുന്നത് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ അതേ സംഗതികൾ തന്നെയാണ് തിരിച്ചു വന്നത്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങി ഒരുപാട് ദുരൂഹതകൾ അക്കാര്യത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ 2019 സെപ്റ്റംബർ 13 ആ സ്വർണ്ണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോയതിനു ശേഷം തിരിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ആ പച്ച കുർത്തയിട്ട് നിൽക്കുന്നതാണ് ഇതിലെ സ്പോൺസറായിട്ടുള്ള വിവാദ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റി. അദ്ദേഹത്തിൻ്റെ മുന്നിലും പിറകിലുമായി നിൽക്കുന്നത് ശബരിമലയിലെ പ്രധാനപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥരാണ്. എക്സിക്യൂട്ടീവ് ഓഫീസറും അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ് മുന്നിലും പുറകിലുമായി നിൽക്കുന്നത്. മറ്റുള്ളവർ അവിടെ സ്ഥിരമായി കാണുന്ന ആൾക്കാർ ശബരിമലയിലെ എങ്ങനെയാണ് ആ സമയത്ത് ഈ ദേവസ്വത്തിന്റെ അധികാരത്തിൽ ഉണ്ടായിരുന്നവർക്ക്, ബന്ധപ്പെട്ടവർക്ക് എങ്ങനെയാണ് ഇക്കാര്യങ്ങൾ ഇനി നിഷേധിക്കാൻ കഴിയുക? എങ്ങനെ ഈ രേഖകൾ പ്രകാരം സ്വർണം ചെമ്പായി മാറിയെന്നതാണ്? മോത്തി, അക്കാര്യത്തിൽ ഈ ആദ്യഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത് സ്വർണം പൊതിയലും പിന്നീട് വന്നിരിക്കുന്നത് സ്വർണം പൂശലുമാണ്. അതിലാണ് ഇനി പല കാര്യങ്ങളിലും വ്യക്തത വരാനുള്ളത്. അതായത് നിലവിൽ അവിടെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞിരുന്നു. ആ സ്വർണത്തിന്റെ ആ പാളികൾ അത് അഴിച്ചെടുത്ത് കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശി വന്നപ്പോൾ അതിൽ എന്തൊക്കെ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നതാണ് ഇനി പുറത്തു വരേണ്ട കാര്യം. അതെന്തായാലും ദേവസ്വം വിജിലൻസ് വിശദമായി അന്വേഷിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചിത്രത്തിന്റെ പ്രാധാന്യം എന്നത് അവിടെ നിന്ന് അഴിച്ചുകൊണ്ട് പോയത് തന്നെയാണോ തിരിച്ചു വന്നത് എന്നതാണ് ഏറ്റവും സംശയിക്കുന്ന ഒരു കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായി വരാൻ പോകുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് മാതൃഭൂമി ന്യൂസ് വിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2019 സെപ്റ്റംബർ 13 എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത് തിരിച്ചു പിടിപ്പിച്ചത്. അത് രാത്രിയിലാണ്. രാത്രിയിൽ ഈ ശില്പങ്ങളിൽ ആ സ്വർണ്ണപ്പാളികൾ പിടിപ്പിക്കുന്ന ആ ചിത്രമാണ് പുറത്തേക്ക് വരുന്നത്. ഇതിൻ്റെ സമയത്തെല്ലാം അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതിന് മുന്നിൽ തന്നെ ഉണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് 2019 ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് അഴിച്ച് കൊടുത്തു വിടുമ്പോൾ അത് ഈ സ്പോൺസറുടെ കൈവശമാണ് കൊടുത്തുവിടുന്നത്. എന്ത് അധികാരത്തിലാണ് ഈ സ്പോൺസറെ വിശ്വസിച്ച് ഇതെല്ലാം ഏൽപ്പിച്ചത്? ആരാണ് ആ കൃത്യമായ നിർദ്ദേശം നൽകിയത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ശബരിമലയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് നിയമവിരുദ്ധമായത്. ആ സ്വർണം നൽകിയത് വിജയ് മല്യയാണ്. ഇത് പൊതിയാനുള്ള പാളികൾ നൽകിയ ആ സ്വർണം നൽകിയത് വിജയ് മല്യയാണ്, UB ഗ്രൂപ്പാണ്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ ഇത് ചെയ്ത് നൽകുന്ന ഒരാൾ മാത്രമാണ് അല്ലേ? മോത്തി, ഇക്കാര്യത്തിൽ 1999 ഇവിടെ ശബരിമലയിൽ സ്വർണം പൊതിയുന്നത് വിജയ് മല്യയാണ്. അത് എല്ലാവർക്കും അറിയാം. അതിനുശേഷം 2019 ആകുമ്പോൾ ഈ
ദ്വാരപാലക ശില്പത്തിലെ അതിന്റെ തിളക്കം കുറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു വിവരം വരുന്നു. അത് സംബന്ധിച്ച് ദേവസ്വത്തിന് ഒരു കത്ത് കിട്ടുന്നു. അതിനെ തുടർന്ന് ഇത് വീണ്ടും സ്വർണം പൂശാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ഈ സ്പോൺസറായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവതരിക്കുന്നത്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതിനെല്ലാം തെരഞ്ഞെടുത്തത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് അഴിച്ചു കൊടുത്തുവിട്ട ആ കാര്യത്തിൽ അടക്കം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അടക്കം ഇനി ഉത്തരം പറയേണ്ടി വരും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉത്തരം പറയേണ്ടി വരും. കാര്യം നിയമവിരുദ്ധമായി അവിടെ കൃത്യമായ ഒരു മാനുവലുണ്ട്, ദേവസ്വം സബ് ഗ്രൂപ്പ് മാനുവലുണ്ട്. അതിന് വിരുദ്ധമായിട്ടാണ് ഈ പ്രവർത്തികളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ആ 2019 ഇത് അഴിച്ചു കൊടുത്തു. ഏതാണ്ട് ഒരു മാസത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ വീട്ടിലോ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള സ്ഥലത്തോ കൊണ്ടുപോയി വെച്ചു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അതിന് ശേഷമാണ്, ഒരു മാസത്തിന് ശേഷമാണ് അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നത്. അവിടെ നിന്ന് പിന്നീട് ഈ സ്വർണം പൂശി ഇത് തിരിച്ചു വരുന്നു. ഇതിന്റെ തിരിച്ചു വന്ന ശേഷം അത് പിടിപ്പിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിൽ വ്യക്തത വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനിടയിൽ സംഭവിച്ചത് സ്വർണ്ണപ്പാളികൾ പൊതിയുന്നു, പിന്നീട് അത് ചെമ്പ് പാളികളിൽ സ്വർണം പൂശാൻ അല്ലെങ്കിൽ മങ്ങലുണ്ടായി എന്ന് പറഞ്ഞ് കൊടുത്തുവിടുന്നു. ആദ്യത്തെ ഇത് പൊതിയലായിരുന്നു, പിന്നീട് അത് പൂശലായി മാറി. സ്വർണം പൂശിയതിന് തിളക്കം വരുത്താൻ വേണ്ടി കൊടുത്തുവിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ തിളക്കം വരുത്താൻ വേണ്ടി കൊടുത്തുവിട്ടു എങ്കിൽ ഈ പാളികൾ അതിനിടയിൽ വെച്ച് എവിടെ നഷ്ടപ്പെട്ടു? പാളികൾക്ക് പകരം ചെമ്പ് പാളിയിൽ സ്വർണം പൂശൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ വന്നു? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആര്? എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയധികം വിശ്വസിച്ച് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചു? ഇതിന്റെ പിന്നിൽ ആര്? ഒപ്പമുള്ളതാര്? ഇതിന്റെ പിന്നിൽ വലിയൊരു സംഘമുണ്ടോ? കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂറുകളിലും വെളിപ്പെടുത്താനുണ്ടല്ലോ പിന്നിൽ. ഏതായാലും പിന്നിലേക്ക് തിരികെ വരാം.